ഇവരോട് ഫുള്ളി ഞാൻ അടിയാണ്. ഇവിടെ അല്ലാണ്ട് സ്റ്റാഫ്സിനോട് ഞാൻ അടിയാണ്, എല്ലാവരോടും ഞാൻ അടിയാണ്. എന്തിന് എനിക്കറിയാം ഉടായ്പാണെന്ന്. അതോട് ഞാൻ എന്റെ സൗകര്യത്തിന് എപ്പോഴും ഫീസ് അടിക്കും. ഇവിടെ ഒരു ലാബ് പോലും ഇല്ല, ഒരു പാരാമെഡിക്കൽ കോഴ്സാണ്, ഇവിടെ ലാബില്ല, ഒരു കമ്പ്യൂട്ടർ ഹാൾ ഇല്ല, ഒരു സജ്ജീകരണം ഇല്ല. 3 പ്രാവശ്യമാണ് ഞങ്ങളെ കോളേജ് മാറ്റി. ആദ്യം ഫാത്തിമന്റെ അടുത്ത് ഒരു കോളേജ് മാറ്റി, അവിടുന്ന് പിന്നെ RP മോളുടെ അവിടേക്ക് കോളേജ് മാറ്റി, ഇപ്പതാ ഇങ്ങോട്ട് കോളേജ് മാറ്റി. ഇവിടെ നിന്ന് മാറ്റാനാണ് ഞങ്ങളെ വേറെ ഉള്ളവർക്ക് സെയിൽ ചെയ്യാനുള്ള പരിപാടിയാണ് അവർക്ക്. ഈ ബിൽഡിങ്ങിന്റെ റെന്റ് മുമ്പ് അടച്ചിട്ടില്ല, അടയ്ക്കാഞ്ഞിട്ട് ഒരു കേസായതിനു ശേഷം വക്കീൽ നോട്ടീസ് അവിടെ ഓഫീസിൽ ഞങ്ങൾ തപ്പിയപ്പോൾ കിട്ടിയതാണ്. ഇപ്പോൾ അതേപോലെ തന്നെ ഇന്ന് ഞങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ചോദിച്ചപ്പോഴാണ് ആ റൂമിൽ അലമാര തുറന്നത്. ആ തുറന്ന സമയത്ത് ഞങ്ങൾ സെക്കൻഡ് സെമസ്റ്റർ എക്സാം എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും തേർഡ് സെമസ്റ്റർ 2 ആൻസർ ഷീറ്റ് അടക്കം അതിനകത്തുണ്ട്. ഒരു കുട്ടീൻ്റെ ആൻസർ പേപ്പർ ഇവിടെ മിസ്സായി കിട്ടിയിട്ട് ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾ ആൻസർ പേപ്പറൊക്കെ നിങ്ങൾ എന്താ ചെയ്തത്? അപ്പോൾ ഞങ്ങളോട് ഷൗട്ട് ചെയ്ത് പറഞ്ഞത് അറിയോ, നിങ്ങളെ ആൻസർ പേപ്പർ ഞങ്ങൾക്ക് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിക്ക് അയക്കുന്നത്. 1:20 ടോട്ടൽ ഇപ്പോൾ ഇവിടെ അടിച്ചിട്ടുണ്ട്. ആ 1:20 ഇല്ലാണ്ട് ഞാൻ ഇറങ്ങൂലെന്ന് ഉറപ്പിച്ചിരിക്കണം. അത് സാറ് ഇവിടെ 70 കുട്ടികളുള്ളൂ പഠിക്കണത്. ആ 70 കുട്ടികളെ പോലെയല്ല ഞാനിവിടെ. എനിക്ക് പറഞ്ഞാൽ ഞാൻ എൻ്റെ സൗകര്യത്തിന് ഇവിടെ ഫീസ് അടിക്കുള്ളൂ, എന്തും ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ ലാസ്റ്റ് അടിച്ച ഫീസ് ഞാൻ എൻ്റെ സൗകര്യത്തിനാണ് അടിച്ചത്. അതിന് ഞാൻ ഇവിടെ നല്ല ഷൗട്ടാണ്. ഞാൻ മൊത്തം ഇവരോട് ഫുള്ളി ഞാൻ അടിയാണ്. ഇവിടെ അല്ലാണ്ട് സ്റ്റാഫ്സിനോട് ഞാൻ അടിയാണ്, എല്ലാവരോടും ഞാൻ അടിയാണ്. എന്തിന് എനിക്കറിയാം ഉടായ്പാണെന്ന്. അതോട് ഞാൻ എൻ്റെ സൗകര്യത്തിന് എപ്പോഴും ഫീസ് അടിക്കുള്ളൂ. ഈ കാര്യമില്ല. പക്ഷെ അത് ഇവരോട് ചോദിക്കുമ്പോൾ ഒരു നമ്മളോട് ഷൗട്ടാണ്, നിങ്ങൾ വലിയ കളി കളിക്കാൻ ഇതിനേക്കാളും വലിയ കളി കളിക്കാൻ ആൾക്കാർ നമ്മളിറക്കും. ഇങ്ങനെയാണോ ടീച്ചേഴ്സ് പറയണ്ടേ? ഞങ്ങൾ ലീഗലി മൂവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവിടുത്തെ 3rd സെമസ്റ്ററിന് ഇവിടുത്തെ ടീച്ചേഴ്സാണ് ക്വസ്റ്റ്യൻസ് ഇട്ട് സാലറി കിട്ടാൻ വേണ്ടിയിട്ട് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ഇവർ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് 100 ക്വസ്റ്റ്യൻസ് ഗൂഗിളിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അയച്ചു കൊടുത്ത് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഈ പുതിയ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിന്റെ പേരിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് ഞങ്ങൾക്ക് അയച്ചു നോക്കി വെച്ചാണെന്ന് പറഞ്ഞിട്ട് ആ സെയിം ക്വസ്റ്റ്യൻസ് ഈ പേപ്പറിൽ കണ്ടപ്പോൾ ഞാൻ മിസ്സിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു. മിസ്സ് പറഞ്ഞ് ഇത് ഇങ്ങനെ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുത്താണ്, സിലബസ് ചെക്ക് ചെയ്തിട്ടില്ലാന്ന്. സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് യൂണിവേഴ്സിറ്റിക്ക് അയക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനോട് ഇതേപോലെ സാലറി കിട്ടാൻ വേണ്ടിയിട്ട് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് IITS കൊടുത്തിട്ട് ഓരാണ് 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു സെലക്ട് ചെയ്ത്. വേണമെങ്കിൽ ഞങ്ങൾക്കും സെലക്ട് ചെയ്യാം, ഞങ്ങൾക്ക് അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് കാരണം ഞങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ സെമ്മാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. ഒരു മാർച്ച് എക്സാം ഞങ്ങൾ വേറൊരു യൂണിവേഴ്സിറ്റിൻ്റെയൊക്കെ ചേഞ്ച് ഇല്ല, നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞ് അത് ആ സമയത്ത് ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞത്. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പം